നമുക്കറിയാം, ഇന്ന് ദേശീയ തലത്തിലും ലോകത്തിലെ പല രാജ്യങ്ങളിലും ഏകാധിപതികളായ ഭരണാധികാരികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം 21ാം നൂറ്റാണ്ടിന്റെ ഈ ആദ്യ പകുതിയിലും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുട്ടിലിഴയുന്നവരും വാഴ്ത്തുപാട്ടുകാർക്കും വലിയ പ്രസക്തിയുണ്ട് മാധ്യമ ലോകത്തിന്. കാരണം പല രാജ്യങ്ങളിലും മുട്ടിലിഴയുന്നവരും വാഴ്ത്തുപാട്ടുകാർക്കുമാണ് എല്ലാ സൗകര്യങ്ങളും ഭരണകൂടങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അല്ലാത്തവർ പീഡിപ്പിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും എപ്പോഴും അവരുടെ പുറകെ ആളുകളെ അയക്കുകയും ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുണ്ട്. ആ രാജ്യത്ത്, നമ്മുടെ രാജ്യത്തുണ്ടായ ആ പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്. മുഖ്യമന്ത്രി ഗോദി മീഡിയ എന്ന് വിശേഷിപ്പിച്ച സംഭവം കേരളത്തിലുമുണ്ട് എന്ന് കരുതുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. നമ്മൾ തിരുത്തലുകൾക്ക് വിധേയരാകാൻ നിർബന്ധിതരാണ്. ലോകത്ത് ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളത് മനസ്സിലാക്കണം. ഞാൻ സൂസി അലഗ്രയുടെ ഒരു മനോഹരമായ പുസ്തകം വായിച്ചു. നമ്മളെല്ലാം കേട്ട് പഠിച്ച് വളർന്നത് ഫ്രീഡം ടു എക്സ്പ്രസ് എന്നാണ്. അവർ പറയുന്നത് ഫ്രീഡം ടു തിങ്ക് എന്നാണ്. കാരണം എന്താ, ചിന്തിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ പോലും ഇന്ന് ചങ്ങലക്കിടുകയാണ് പലതരത്തിലുള്ള മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉൾപ്പെടെയുള്ള, ഡിജിറ്റൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ആധുനികമായ സംവിധാനങ്ങൾ നമ്മുടെ ചിന്തകളെ പോലും വഴിതിരിച്ചു വിടുന്ന, നമ്മൾ പണ്ട് ബ്രെയിൻ വാഷിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കൃത്യമായ ബ്രെയിൻ വാഷിങ്ങുകളാണ് നടക്കുന്നത്. എല്ലാവരും സർവൈലൻസ് ആണ്. വി ആർ ഓൾ അണ്ടർ സർവൈലൻസ്. പണ്ടെങ്ങോ ജോർജ് ഓർവെലിന്റെ 1984 വായിച്ചപ്പോൾ ഭീതിയായിരുന്നു. നമ്മളെല്ലാവരും നിരീക്ഷിക്കുന്നു, സ്റ്റേറ്റിന്റെ വീഡിയോ വെച്ചിരിക്കുന്നു, നമ്മളെ കാണുന്നു, നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നു, നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്നുള്ള ഭീതിയായിരുന്നു ആ പുസ്തകം വായിച്ചിട്ട് കുറേ ദിവസക്കാലം. ഇപ്പൊ ആ ഭീതിയില്ല. ഇപ്പൊ നമുക്ക് കൃത്യമായി അറിയാം, വി ആർ ഓൾ അണ്ടർ സർവൈലൻസ്. നമ്മൾ എങ്ങോട്ട് നീങ്ങുന്നു, നമ്മൾ എവിടേക്ക് പോകുന്നു, ഒരു ഫോൺ പോലും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം, ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എന്റെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അത് തിരുവനന്തപുരത്താണോ ഡൽഹിയിലാണോ എന്നുള്ള കാര്യമുള്ളൂ, അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. ഒരു രഹസ്യങ്ങളും ഇല്ലാത്ത കാലത്ത്, ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത കാലത്ത്, ചിന്തിക്കാൻ പോലുമുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ അതിന് വലിയ ഉത്തരവാദിത്വം വാർത്താമാധ്യമങ്ങൾക്കുണ്ട്. വാർത്താമാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിച്ചുകൊണ്ട് പോകണം. സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, സത്യം തമസ്കരിക്കപ്പെടുകയും അസത്യം കുടില് കെട്ടിയല്ല കൊട്ടാരം പണിത് താമസിക്കുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ. ആ ഒരു സ്വാധീനം ആളുകൾ, ഇതാണ് ശരിയെന്ന ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ അതല്ല ശരി, ഇതാണ് ശരിയെന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടവരാണ് വാർത്താമാധ്യമങ്ങൾ. ആ വിശ്വാസ്യത അവർ ഉറക്കെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അപകടകരമായ നിലയിലേക്ക് ലോകം വഴുതി വീഴും. നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഞാൻ ഓർക്കുന്നുണ്ട്, 1972 വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് നിപ്ചുക് ഉട്ടെടുത്തു കഴിഞ്ഞാൽ ആ നാപ്പാം ഗേളിന്റെ ഒരു ചിത്രമില്ലേ, ആ വാറിന്റെ മുമ്പിൽ കൂടെ ഓടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം, ഒരു ഫോട്ടോയായിരുന്നത്. ഫോട്ടോ പിന്നീട് പുലിസർ സമ്മാനമൊക്കെ കിട്ടിയ ഫോട്ടോ. ആ ഫോട്ടോ ലോകത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. ആന്റി വാർ മൂവ്മെന്റിന്റെ ഇന്ധനമായി അത് മാറി. ലോകത്ത് അമേരിക്കയിൽ പോലും വലിയ പ്രകടനങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും നടന്നു. യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയ മൂവ്മെന്റ് ആ ഒറ്റ ചിത്രം ലോകത്തിലുണ്ടാക്കി. ഇന്ന് നമ്മൾ ഗാസയിൽ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്നിട്ടും ഒരു വികാരമില്ല ആർക്കും. അതിന്റെ വിഷ്വൽസ് വന്നിട്ടും ആർക്കും ഒരു വികാരമില്ല. ഐ ഫീൽ നത്തിങ് എന്നതൊരു പൊതുവായ വികാരം. വല്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം എല്ലാത്തിനും കീഴ്പ്പെട്ടു പോകുന്ന, പ്രതിഷേധിക്കാതെ ചെറുത്തു നിൽക്കാതെ എല്ലാത്തിനോടും സമരസപ്പെട്ടു പോകുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് മനുഷ്യന്റെ മനസ്സിൽ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും ആ വഴികളിലേക്ക് സാധാരണക്കാരെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ ഒരു അണറ്റിക്കലായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം കുറെ നാളുകളായി ആരംഭിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ പറയാതെ പോകുന്നത്? എന്തിനാണ് പറയാതെ എല്ലാം മൂടി വെച്ച് പോകുന്നത്? വളരെ അണറ്റിക്കലായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തനത്തിന്റെ പുറകെ റേറ്റിംഗിന് വേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. ഏഷ്യാനെറ്റെങ്കിലും അതിനെ പ്രതിരോധിച്ച്, ഏഷ്യാനെറ്റിന്റെ പാരമ്പര്യവും
ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ റേറ്റിംഗിന്റെ പുറകെ പോകാൻ എന്തും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്താ മാധ്യമങ്ങളുടെ ആ വഴികളിലൂടെ പോകാതെ അതിനെയും തടുത്തു നിർത്തി ആ ഒരു കൾച്ചർ, ഒരു സംസ്കാരം, ഒരു മാധ്യമ സംസ്കാരം അന്തസ്സോടുകൂടി നിലനിർത്താൻ ഏഷ്യാനെറ്റിന് കഴിയട്ടെ. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ, പുതുമകൾ, ഇന്നവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഏഷ്യാനെറ്റിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.